ജോണേട്ടാ, ഇപ്പോൾ കോൺഗ്രസിൽ പുതിയ വിവാദം ഉണ്ടാകുകയാണ്. വിവാദമല്ല, ചർച്ചയാണ്. ഇത് കുറച്ച് നാളായുണ്ട്. പക്ഷേ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് അത് കൂടുതൽ കരുത്ത് പിടിച്ചിരിക്കുന്നത്, കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ അടുത്ത ഉടൻ തന്നെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ടല്ലോ. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ആരാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? അതാണ് നിലവിലെ ചർച്ച. വി ഡി സതീശനുണ്ട്, സുധാകരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, കെ മുരളീധരനുണ്ട്. അങ്ങനെ ഒരു ഡസനോളം ആൾക്കാരുണ്ട്. ഇനിയും ചില യുവ നേതാക്കളുണ്ട്. ചിലയിടത്തിലെ ഈ ഷാഫി പറമ്പിൻ്റെ പേരും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഒരു ന്യൂനപക്ഷ മുഖമുള്ള ഷാഫി ജനകീയനാണല്ലോ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും എന്താണ് നിലവിൽ പാലക്കാട് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾ? പാലക്കാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അപ്പോൾ ഈ നമ്മുടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വി ഡി സതീശനായിരുന്നു അതിൻ്റെ മുഴുവൻ ചുമതലയും. വി ഡി സതീശൻ അവിടെ ക്യാമ്പ് ചെയ്ത് ആ തെരഞ്ഞെടുപ്പിനെ നയിക്കുകയായിരുന്നു. അന്ന് വി ഡി സതീശൻ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിന് ഭൂരിപക്ഷം കുറയുകയോ അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു പോവുകയോ ചെയ്തിരുന്നെങ്കിൽ, അതായത് പി ടി തോമസിന് കിട്ടിയതിനേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകളുടെ ബഹുഭൂരിപക്ഷത്തിലാണ്, 1,00,000 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് അവിടെ വിജയിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞത് ഇത് തോറ്റുപോയിരുന്നെങ്കിൽ, ആ സമയത്ത് വി ഡി സതീശനെ എല്ലാവരും കോൺഗ്രസ്സുകാർ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് തോറ്റുപോയിരുന്നെങ്കിൽ കാണാമായിരുന്നെന്ന് അറിയാതെ പറഞ്ഞത്. എനിക്കിപ്പോഴും ആ സെൻറ്റൻസ് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മരിച്ച നമുക്ക് ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ജനകീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുന്നു. അവിടെ കോൺഗ്രസ് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പോലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഇല്ലാതെ നമുക്ക് KM മാണി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിച്ചിരുന്നു പാലായിൽ. അതോടുകൂടി ആ മണ്ഡലം അവർക്ക് നഷ്ടമാകുന്നു, കയ്യിൽ നിന്ന് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ അങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പാണ്, എന്ത് സംഭവിക്കാം. ആ തെരഞ്ഞെടുപ്പിലും വി ഡി സതീശൻ മുന്നിൽ നിന്ന് വിജയിച്ചു. അടുത്ത ഇനി പാലക്കാട് അദ്ദേഹം പറയുന്നത് വാക്കുണ്ട്, ഇത് വിജയമാണെങ്കിലും എൻ്റെ വിജയം, തോൽവിയാണെങ്കിലും എൻ്റെ തോൽവി, അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പാലക്കാട് വരുമ്പോൾ പിന്നെ ശ്രീജിത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പാലക്കാടിലേക്ക് വരുമ്പോൾ ഷാഫി പറമ്പലിൻ്റെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടം. ഷാഫി പറമ്പിൽ തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ്. തുടക്കം മുതൽ തന്നെ ആ വടകരയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ തന്നെ ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിയെ പാലക്കാട് നിർത്താവൂ എന്നൊരു ഓഫർ മുന്നോട്ട് വെച്ചപ്പോഴാണ് അദ്ദേഹം പാലക്കാട് നിന്നും വടകരയിലേക്ക് പോയത്. ചർച്ചയുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ ആ സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ അവിടെയുള്ള പ്രാദേശികമായി എതിർപ്പുകളുണ്ടായിരുന്നു. പല നേതാക്കന്മാരും പാലക്കാട് സ്വദേശിയല്ല, അല്ല, പത്തനംതിട്ട ജില്ലക്കാരനാണ്. പക്ഷേ അവർ കണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചിതനായ ഒരു കോൺഗ്രസിൻ്റെ യുവ നേതാവാണ്. പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതേസമയം ഇപ്പോൾ ഈ പറയുന്ന സരിനാണെങ്കിൽ പോലും ആ സരിനെ പരിചയപ്പെടുത്തി, പാലക്കാട് ആണെങ്കിൽ പോലും കേരളമെമ്പാടുമുള്ള അറിയപ്പെടുന്ന തരത്തിലുള്ള ഒരു നേതാവല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ആ പരിഗണനയും കൂടെ വെച്ചിട്ടാണ് സ്ഥാനാർത്ഥിയാകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്നു. വി ഡി സതീശൻ അവിടെ ക്യാമ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചാൽ സതീശൻ കരുത്തനാകും, ശക്തനാകും. കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല മുതൽ കെ മുരളീധരൻ, കെ സുധാകരൻ തുടങ്ങി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആ പേരൊക്കെ നമ്മൾ വിട്ടുപോയി, ഇങ്ങനെ നിരവധി നേതാക്കന്മാർ മുഖ്യമന്ത്രിയാകാൻ മോഹവുമായി നടക്കുന്ന നേതാക്കന്മാരുണ്ട്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആദ്യത്തെ ക്ലെയിം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അദ്ദേഹത്തിനാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആ തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിലെത്തിച്ചാൽ അദ്ദേഹത്തിനുള്ളതാണ്. ഇവിടെയും ഈ UDF പാലക്കാട് ജയിക്കുകയാണെങ്കിൽ 3 ബൈ ഇലക്ഷനുകൾ വിജയിപ്പിച്ച നേതാവ്, വൻ വിജയം. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ അദ്ദേഹത്തിനെ വെട്ടാൻ മറ്റാർക്കും പറ്റില്ല. അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കരുത്തനായി സുധാകരൻ ഒരു വശത്തുണ്ട്. സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നുള്ള ഒരു വശം അവിടെ ഉണ്ട്. സുധാകരൻ ഉണ്ടെങ്കിൽ പോലും സുധാകരൻ ഇനി അങ്ങനെ അങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. അതേസമയം കെ മുരളീധരനുമുണ്ട്,
രമേശ് ചെന്നിത്തലയുണ്ട്, എത്രയോ സീനിയർ. പിന്നെ വേറൊരു നേതാവുണ്ട്, KC വേണുഗോപാലുണ്ട്. നമ്മൾ അത് KC വേണുഗോപാലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ്. അത് നമ്മൾ പറയാതിരുന്നുകൂടാ. അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മുരളീധരനുമായി ബന്ധപ്പെട്ട് ഇനിയൊരു അവസരം ലഭിക്കുമോ? അതും നമ്മൾ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും മുരളീധരന് ഇനിയൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആയിക്കൂടായികയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ആയിക്കൂടായികയില്ല. ഏത് പേരും പറയാം. പണ്ട് K. കരുണാകരനും AK ആന്റണിയും അവർ രണ്ട് നേതാക്കന്മാരായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാരായിട്ട് നിൽക്കുമ്പോൾ മൂന്നാമതൊരു പേരിൻ്റെ ആവശ്യം ഉയരുന്നില്ല. ഈ രണ്ട് നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഒന്നിൽ K. കരുണാകരൻ അല്ലെങ്കിൽ AK ആന്റണി. പിന്നീട് അവർ പിൻവാങ്ങുന്ന സമയത്താണ് ഉമ്മൻചാണ്ടിയുടെ പേര് വരുന്നത്. ഇവിടെ സതീശൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹം ജയിക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വളരെ വലിയ പ്രതീക്ഷയോടെ പോരാടിയ ഒരു നേതാവുണ്ട്, രമേശ് ചെന്നിത്തല. അതെ, അദ്ദേഹം ക്ലെയിം ചെയ്യും. ഇവിടെ ക്ലെയിം ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിനകത്തൊരു അണിയറ നീക്കം നടക്കുന്നത്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഇവിടെ വോട്ട് മറിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അതിനുവേണ്ടി രണ്ട് നേതാക്കന്മാർ BJP നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കും. കോൺഗ്രസിൻ്റെ നേതാക്കൾ VD സതീശനെ ലക്ഷ്യമിട്ട് അതായത് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് VD സതീശൻ്റെ കൂടെ ക്രെഡിറ്റ് ആണല്ലോ. VD സതീശൻ സ്വാഭാവികമായിട്ടും അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ അദ്ദേഹമാണ് സ്വാഭാവിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. വേറൊരാൾക്ക് കയറി വരാൻ പറ്റില്ല, വേറൊരു പേരും പറയില്ല. അതിനെ വെട്ടാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കുക, വോട്ട് മറിച്ച് BJPക്ക് കൃഷ്ണകുമാറിന് കൊടുക്കുക എന്നുള്ള തരത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അത് ലൈവായി തന്നെ നടക്കുകയാണ്. പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഈ BJPയിൽ തന്നെ അതിനൊരു ചെറിയ നീരസം വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വോട്ട് മറിച്ച് ജയിപ്പിക്കണോ വേണ്ടോ എന്നുള്ള ഒരു ചർച്ച അവിടെയും നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കോൺഗ്രസിൽ ഇത് വലിയ കടുംവെട്ട്, സതീശനെ വെട്ടുക കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊന്നും പൊതുവെയുള്ള കാര്യമല്ല. കാലുവാരി തോൽപ്പിക്കുക എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടി വളരെ ജനകീയനായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകണം, ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയാകണം. അപ്പോൾ രണ്ട് കൂട്ടരും കൂടെ കാലുവാരി അങ്ങനെയാണ് അതിദയനീയമായി പരാജയപ്പെട്ടു പോയി UDF. വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ വീണ്ടും അധികാരത്തിൽ വന്നു. അന്ന് നമ്മൾ പറഞ്ഞ ഒന്ന് രണ്ട് കാരണങ്ങൾ. തോൽവിക്ക് ഒരു കാരണം സരിതയുടെ വിഷയം കത്തി നിൽക്കുന്നു. മറ്റൊന്ന് സോളാർ സമരം. അതെ, ബാർക്കോഴ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. പിന്നെ മുസ്ലിം ലീഗിന്റെ ഒരു അപ്രമാദിത്വം ആ ഭരണത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാണ്. അഞ്ചാം മന്ത്രി മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം. ഇങ്ങനെ മൂന്ന് ഘടകങ്ങളാണ് പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ അതിനപ്പുറമുള്ള കാരണമെന്ന് പറഞ്ഞാൽ അന്ന് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കാലുവാരി A ഗ്രൂപ്പുകാരെ തോൽപ്പിച്ചു, A ഗ്രൂപ്പുകാർ ഇപ്പുറത്തും തോൽപ്പിച്ചു. അങ്ങനെ തോൽപ്പിച്ചപ്പോഴത്തേക്ക് അതിദയനീയമായി, അതായത് അന്ന് ഉമ്മൻചാണ്ടിയുടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ അത്രയും മ്ലാനവദനായി ഒരിക്കലും കണ്ടില്ല. അദ്ദേഹം നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം അതുവരെ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യും. പക്ഷേ അവസാന ഘട്ടത്തിൽ വലിയ രീതിയിൽ ഈ ഭരണവിരുദ്ധ വികാരവും അവസാന ഘട്ടത്തിലാണ് ഈ പ്രധാനപ്പെട്ട സോളാർ സമരമായാലും സോളാർ സംഭവമായാലും അതോടൊപ്പം തന്നെ ബാർക്കോഴയുമെല്ലാം അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്നു. ഇതെല്ലാം ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ ഈ ബാർക്കോഴ KM മാണിയെ പൂട്ടാൻ വേണ്ടി KM മാണിക്ക് മുഖ്യമന്ത്രി മോഹം വന്നപ്പോൾ അദ്ദേഹത്തെ പൂട്ടണം. അന്ന് LDFുമായിട്ടൊരു ധാരണ ഉണ്ടാക്കി. അദ്ദേഹം കേരളത്തിലെ തലമുതിർന്ന വലിയ നേതാവ്, കേരള കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം ആരാധ്യനായ ഒരു നേതാവ്. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകണം, കുറച്ച് നാളെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം. അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് LDFുമായി ചർച്ച നടത്തുന്ന സമയത്താണ് ബാർക്കോഴ ആരോപണം കോൺഗ്രസിൻ്റെ പാളയത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടു പിന്നെ പോയത്. അദ്ദേഹത്തിന് ഇതറിയാം. അപ്പോൾ അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. പക്ഷെ അതെല്ലാം ആത്യന്തികമായി കോൺഗ്രസ്സിന് ആണ് ഭരണത്തിൽ നിന്ന് അവരെ പുറത്തു പോകേണ്ട തരത്തിൽ കോൺഗ്രസിനെ അത് ബാധിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊന്നും പുതുമയില്ല. കാലുവാരുക അല്ലെങ്കിൽ ഇലക്ഷൻ തോൽപ്പിക്കുക. അപ്പോൾ ഇവിടെ ഒരു ചർച്ച നടക്കുന്നത് സതീശനെ ഉന്നം വെച്ചിട്ട് BJPക്ക് വോട്ട് മറിച്ചിട്ട് C. കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കുക. ആ ഒരു ചർച്ചയിലേക്ക് പോകുന്നുണ്ട്. ഇലക്ഷൻ ഇനിയിപ്പം അധിക ദിവസങ്ങളില്ല. VD സതീശൻ്റെ ഇമേജ് കളയുക. അപ്പം VD സതീശന് പകരം മറ്റ് ആളുകൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യാനുള്ള അവസരവും VD സതീശൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ VD സതീശൻ മാത്രമാണ് ആ ഫ്രെയിമിലേക്ക് വരിക. വേറെ K. മുരളീധരനെ ഒക്കെ കയറി വരണമെങ്കിൽ ഇനി പ്രയാസമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ ഈ വേറൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ അതൃപ്തി കോൺഗ്രസിൽ ഒരു വിഭാഗം പാലക്കാടുകാരനല്ല എന്നുള്ള അതൃപ്തി പലർക്കുണ്ടായി. സരിൻ പോലും വിട്ടുപോകുന്നത്
സരിൻ അവിടെ സ്ഥാനാർത്ഥിത്വം മോഹിച്ചിരിക്കുന്നതുകൊണ്ടാണ് സരിൻ വിട്ടുപോയത്. സരിൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി കൊടുത്തത് മുരളീധരന്റെ പേരായിരുന്നു. മുരളീധരന്റെ പേരാണ്. മുരളീധരൻ മത്സരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഷാഫി പറമ്പലിൻ്റെ നിർബന്ധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ഈ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് അടിയൊഴുക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.